ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം 443 വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ അമ്മ ഒരു മദറിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ഭാഗം നിങ്ങളോട് പറയുകയാണ്. കാരണം ഇത് അവസാന കാലമാണ്. ഈ അവസാന കാലമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രത്യക്ഷീകരണം ഇടയ്ക്കിടെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയെടുക്കും. എനിക്ക് തന്നെ ഞാനത് വായിച്ചുകൊണ്ടിരിക്കും, മറക്കാതിരിക്കാനായിട്ട്. കാരണം ഇത് ഒരു തോന്നലോ ഒരു ഭ്രാന്തോ ഒന്നല്ല. 443 വർഷം മുൻപ് ഒരു കന്യാസ്ത്രീക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുത്ത കുറേ കാര്യങ്ങളാണ്. അതും അതിൻ്റെ രസം എന്താണെന്നോ അതിൻ്റെ അതിശയം എന്താണെന്നറിയോ, അത് അന്ന് സംഭവിക്കുന്ന കാര്യങ്ങളല്ല. 443 വർഷം മുൻപ് ഇന്ന് കടന്നു വരുന്ന മൊബൈലോ ഇതിൻ്റേതായിട്ടുള്ള ഇൻ്റർനെറ്റുകളോ അതൊന്നും അന്നില്ല. ആ സമയത്താണ് പരിശുദ്ധ അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് ഞാൻ ആ കാര്യങ്ങളിൽ 1-2 കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താനും ഇപ്പം നടന്ന 1-2 സംഭവങ്ങളുമാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് മനുഷ്യ ആത്മാക്കളെ രക്ഷപ്പെടുത്തുന്നതിൽ എന്തുമാത്രം പങ്കുണ്ട് എന്ന് ഇങ്ങനെയുള്ള പ്രത്യക്ഷീകരണങ്ങളിൽ കൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അത് എത്ര പറഞ്ഞാലും ഇതൊന്നും സത്യമല്ല എന്ന് പറയുന്നവർക്ക് വെറുതെ കണ്ണടച്ചിട്ട് ഇത് ഇരുട്ടെന്ന് പറയുകയാണ് അവർ. കാരണം ഇതൊക്കെ റെക്കോർഡിക്കിൽ തെളിവുള്ള കാര്യങ്ങളാണ്. അതുപോലെ സ്വകാര്യമായ വെളിപാടുകളല്ലേ, അതൊന്നും ശ്രദ്ധിക്കണ്ട എന്നൊക്കെ പറയുന്നത് വലിയ വിഡ്ഢിത്തരാണ്. കാരണം നിങ്ങൾക്കറിയാലോ, എഫേസോസിലെ പരിശുദ്ധ അമ്മ ജീവിച്ച വീടും അതൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് ഒരു സ്വകാര്യ വെളിപാട് കാതറിൻ എമറിച്ചിന്റെ വെളിപ്പെടുത്തലിൽ നിന്നാണ് ശാസ്ത്രജ്ഞന്മാർ ആ സ്ഥലം കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വകാര്യ വെളിപാടുകൾക്ക് വളരെ പ്രസക്തിയുണ്ട്. എല്ലാം അങ്ങോട്ട് അപ്പാട് ശരിയായില്ലെങ്കിലും പല വെളിപാടുകളിൽ കൂടിയാണ് കുറേ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയാത്ത കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കപ്പെടുന്നത്? വിശുദ്ധ ഗ്രന്ഥം കർത്താവ് തന്നിട്ടുള്ളത് ഒരൊറ്റ ലക്ഷ്യത്തിനാണ്. അത് നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കാൻ വേണ്ട കുറേ കാര്യങ്ങളാണ് ഈശോ തന്നിട്ടുള്ളത്. ഇത് അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞിട്ടില്ലേ, ഞാൻ കണ്ട കാര്യങ്ങളും മറ്റും എല്ലാത്തിലും എഴുതുകയാണെങ്കിൽ തികയില്ല. അപ്പോൾ പിന്നെ വ്യക്തികളിലൂടെ, പ്രവാചകന്മാരുടെ, വിശുദ്ധരിലൂടെയാണ് കർത്താവ് ഇതൊക്കെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഔസേപിതാവിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ, അതുപോലെ ഈ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ, ഇതൊക്കെ സ്വകാര്യ വെളിപാടുകൾ തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു പ്രത്യക്ഷീകരണത്തിൽ ഉണ്ടായിട്ടുള്ള പറഞ്ഞ 1-2 കാര്യങ്ങളും അത് ഇന്ന് സംഭവിക്കുന്നതും ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇത് ഞാൻ ഈ വീഡിയോ ഇടുന്നത് മനസ്സിൽ ഭയങ്കര വേദനയോട് കൂടിയാണ്. ഈ അന്ത്യകാലം എടുത്തു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് 1-2 കാര്യങ്ങൾ ഈ കുറച്ച് നാളുകൾക്കുള്ളിൽ എൻ്റെ അടുത്തേക്ക് വന്ന കുറേ കാര്യങ്ങളും ഈ മദറിന് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളും കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഇത് അവസാന കാലമാണ്, ഇത് പിശാച് വേര് പിടിച്ച കാലമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന മാതാവിൻ്റെ ഒരു പ്രത്യക്ഷീകരണം അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് അത് തന്നെയാണ്. അത് എടുത്തെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മാതാവ് എത്ര വർഷങ്ങൾക്ക് മുൻപ് ഈ അവസാന കാലഘട്ടത്തിലെ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കം തുടങ്ങി എന്നുള്ളത്. അമ്മയാണ് പ്രത്യക്ഷപ്പെട്ടത്, അമ്മയാണ് മനുഷ്യരെ ഒരുക്കിയത്. ആ അമ്മയ്ക്കാണ് ഇന്ന് സ്ഥാനങ്ങൾ മാറ്റപ്പെടുന്നത്. അമ്മയാണ് 2ാം വരവിന് വേണ്ടി ഈശോ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ബോധ്യം നമുക്ക് ഈ ഒരു പ്രത്യക്ഷീകരണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ പ്രത്യക്ഷപ്പെടുന്നത് 1582 മുതൽ 1634 വരെയാണ്. അപ്പോൾ 1500-ലാണ്. ഇപ്പം 443 കൊല്ലം കഴിഞ്ഞു എന്ന് ഓർക്കണം. 443 കൊല്ലം മുമ്പ് ജീവിച്ച ഒരു മദറിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു,
450 വർഷം കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ, ഇതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇതൊക്കെ ഇതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ദർശനം നടക്കുന്നത് മരിയാന ഡി ജീസസ് ടോറസ് എന്ന് പറയുന്ന ഒരു കുട്ടിക്കാണ്. 13 വയസ്സുണ്ടായിരുന്നുള്ളൂ അന്ന്. ഇവര് അമലോത്ഭവ കന്യാസ്ത്രീകളാണ്, അമലോത്ഭവ സന്യാസ സഭയാണ്. അപ്പം അവര് ഒരു കോൺവെന്റ് സ്ഥാപിക്കാൻ വേണ്ടി സ്പെയിനിലത്തെ രാജാവായിരുന്ന ഫിലിപ്പ് രണ്ടാമന്റെ നിർദ്ദേശപ്രകാരം ഈ ഇക്വഡോറിലെ ക്വിറ്റോയിൽ ഒരു കോൺവെന്റ് സ്ഥാപിക്കാനാണ് ഈ കന്യാസ്ത്രീകൾ പുറപ്പെട്ടേക്കണേ. അപ്പോൾ മദർ മരിയാന ഡി ജീസസ് ടെബുവാഡയുടെ നേതൃത്വത്തിലാണ് ഇത് പോയത്. ഈ സിസ്റ്ററിന്റെ മരുമകളാണ് മരിയാന ഡി ജീസസ് ടോറസ്. 13 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയാണ്. അങ്ങനെയാണ് ഈ സ്പെയിനിലേക്ക് പോകുമ്പോൾ ഈ പെൺകുട്ടിയിൽ കുറേ മാറ്റങ്ങൾ കാണുന്നത്. പ്രാർത്ഥിക്കും, പ്രായശ്ചിത്ത പ്രവൃത്തിയൊക്കെ ചെയ്തിരുന്ന ഈ പെൺകുട്ടി പിന്നീട് ആ പെൺകുട്ടി ആ കോൺവെന്റിൽ മദറായി തീരാണ്. കാരണം അമ്മായിയുടെ പാത പിന്തുടർന്ന് മദറായിട്ട് തീരാണ്. ഇങ്ങനെ ഇവര് ഈ ഇക്വഡോറിലേക്ക് യാത്രാമധ്യേ ഒരു കടൽക്ഷോഭം ഉണ്ടാവും. കടൽക്ഷോഭം ഉണ്ടായിട്ട് അവിടെ കപ്പൽ അതിലകപ്പെട്ടു. അങ്ങനെ കപ്പൽ മുങ്ങിപ്പോകുമോ എന്ന് പേടിച്ചിരിക്കുകയാണ്. ആ സമയം ഈ പെൺകുട്ടി, 13 വയസ്സുള്ള പെൺകുട്ടി കാണാണ് കപ്പലിനെ ആക്രമിക്കാനായിട്ട് ഒരു ഉഗ്ര സർപ്പം വന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ സഭ സ്ഥാപിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതായത് അമലോത്ഭവ സന്യാസ സഭ സ്ഥാപിക്കാനാണ് അവർ പോണത്. അപ്പം ഈ പെൺകുട്ടിയിൽ കാണുന്ന ഒരു ദർശനം ഇതാണ്. ഈ സർപ്പം ഇവരുടെ കപ്പൽ മുക്കാണ്. അമലോത്ഭവ സന്യാസ സഭ സ്ഥാപിച്ചാൽ എന്താ ഉണ്ടാകാൻ പോകുന്നതിന് അവനറിയാം. ഈ പെൺകുട്ടിക്ക് വലിയ കൃപകൾ കിട്ടുന്നും ഇവള് ചരിത്രത്തിന്റെ ഒരു സത്യമാണ് എന്ന് തെളിയിക്കേണ്ട ഒരാളായിട്ട് മാറുമെന്നും അവനറിയാം. അതുകൊണ്ട് അവൻ അതിന് നശിപ്പിക്കാനായിട്ട് വരികയാണ്. ഭീകരമായ അലർച്ചയാണ് കേൾക്കണേ. എന്നിട്ട് പറഞ്ഞ അന്ത്യകാലം വരെ ഞാനിത് അനുവദിക്കില്ല, ഞാൻ നിരന്തരമായിട്ട് നിങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പേടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇടത്ത് കയ്യിൽ കുഞ്ഞുമായിട്ട് സുന്ദരിയായ ഒരു സ്ത്രീനെ ഈ കുട്ടി കാണാണ്. വലത്ത് കയ്യിൽ കുരിശും, കുരിശിനോട് ചേർന്ന് കുന്തവും ഉണ്ടായിരുന്നു, കുന്തം. എന്നിട്ട് കുഞ്ഞ് സ്ത്രീയുടെ കൈയെടുത്ത് സർപ്പത്തിന്റെ നേരെ വീശി. ആ ദർശനം ശ്രദ്ധിക്കണം. ഇടത്ത് കയ്യിലിരിക്കുന്ന കുഞ്ഞ് ഉണ്ണീശോ അമ്മയുടെ കൈയെടുത്ത് സർപ്പത്തിന് നേരെ നീട്ടി. എൻ്റെ ഉണ്ണീശോയ്ക്ക് സർപ്പത്തിനെ ഓടിപ്പിക്കാൻ പറ്റില്ലേ? ഈശോയല്ലേ മനുഷ്യരുടെ രക്ഷകൻ. എൻ്റെ ഉണ്ണീശോ അത് ചെയ്യാഞ്ഞത്? ഉണ്ണീശോ അമ്മയുടെ കൈയെടുത്തിട്ടാണ് സർപ്പത്തിനെ വീശുന്നത്. ഉടനെ കടൽ ശാന്തായി. അങ്ങനെ ശാന്തായ കടലിനെ പ്രതി എല്ലാവരും അത്ഭുതപ്പെട്ടിരിക്കുക. അപ്പോൾ ഈ ദർശനങ്ങളെക്കുറിച്ച് ഈ കുട്ടി തൻ്റെ അമ്മായിയായിട്ടുള്ള അന്ന് അമ്മായിയായിട്ട് മദറായിരുന്ന മരിയാന ഡി ജീസസ് ടെബുവാഡയെ അറിയിക്കുകയാണ്. ഈ മദർ ഈ 13 വയസ്സുള്ള കുട്ടി പിന്നീട് മദറായി വരുന്നു. ഇവര് 2 പ്രാവശ്യം മരിച്ചു. ഇതൊക്കെ കോൺവെന്റിന്റെ രേഖകളിലുള്ള കാര്യമാണ്. 19-ാം വയസ്സിൽ ആദ്യത്തെ മരണം നടന്നു. ആ ദർശനത്തിൽ കാൽവരിയിൽ പീഡകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിനെ മരിയാനെ കണ്ടിട്ടുണ്ട്. കുരിശിന് താഴെ പരിശുദ്ധ അമ്മയും നിന്നിരുന്നു. ഈ സമയത്ത് 3 വാളുകൾ ഈശോയുടെ ശിരസിന് മീതെ വന്നു നിന്നു. ഈശോയുടെ ശിരസിന് മീതെ വന്നു നിൽക്കുന്ന വാളുകൾ എന്താണെന്നറിയോ? ഒന്നാമത്തെ ഓരോ വാളിന്മേലും നിന്നയെ ഞാൻ ശിക്ഷിക്കും, ദൈവദൂഷണത്തെ ഞാൻ ശിക്ഷിക്കും, അശുദ്ധിയെ ഞാൻ ശിക്ഷിക്കും. ഇതാണ് 443 വർഷം മുൻപ് മദർ മരിയാനെ കണ്ട 19-ാമത്തെ വയസ്സിൽ മരിച്ചപ്പോൾ ഒരു ദർശനത്തിൽ കണ്ടത്. 3 വാളുകളാണ് ഈ അവസാന കാലഘട്ടത്തിൽ ശിരസിന് മീതെ നിൽക്കുന്നത്. ഒന്ന് ദൈവത്തെ നിന്ദിക്കുക, ദൈവദൂഷണം. 3-ാമത്തെ അശുദ്ധിയെ ഞാൻ ശിക്ഷിക്കും. നിങ്ങൾ ഓർക്കണം,
443 വർഷം മുൻപേ ഈശോ കാണിച്ചു 450 വർഷം കഴിയുമ്പോൾ ഈ ലോകത്ത് അശുദ്ധി നിറയും, ആ അശുദ്ധി മൂലം ഞാൻ ലോകത്തെ ശിക്ഷിക്കും. അപ്പോൾ മാതാവ് മരിയാനോട് പറഞ്ഞു, എഴുതി കാണിച്ച ഇവയെല്ലാം 20-ാം നൂറ്റാണ്ടിൽ സംഭവിക്കാനുള്ളതാണ്, നിന്റെ നൂറ്റാണ്ടിലല്ല, 20-ാം നൂറ്റാണ്ടിൽ സംഭവിക്കാനുള്ളതാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി നീയെ സഹനം ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചു. എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്? 450 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിയോട് മാതാവ് പറയാണ്, 450 വർഷം കഴിയുമ്പോൾ ഈ ലോകത്ത് ദൈവനിന്ദ, ദൈവദൂഷണം, അശുദ്ധി, ഇങ്ങനെയാണ് പിശാച് പിടിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് പിശാചിന്റെ അടിമത്തത്തിൽ ഈ ജനം വീഴാൻ പോകുന്നത്. എന്ത്? അശുദ്ധിയാണ് അവൻ നിറക്കിയ. അങ്ങനെ ജനം നശിക്കുന്ന അവസ്ഥയിൽ ആ നശിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുകയോ സഹിക്കുകയോ എന്ന് ചോദിച്ചു. അപ്പോൾ മരിയാന പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കാം എന്ന്. അങ്ങനെയാണ് ആ വാളുകൾ അപ്രത്യക്ഷമാകുന്നതും അവ മരിയാനയുടെ ഹൃദയത്തിൽ പതിച്ച് ഈ 3 വാളുകൾ, ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി മരിയാന സഹനം ഏറ്റെടുക്കാം. മാതാവ് ഇങ്ങനെ ചോദിച്ചു എന്നാ പറയുന്നത്. ഈ വാളുകൾ മരിയാനയുടെ ഹൃദയത്തിൽ പതിച്ചപ്പോഴാണ് അവൾ മരിച്ചുപോയത്, മരിച്ചവളെ പോലെയായത്. ആ സമയത്ത് മാതാവ് അവളെ സ്വർഗത്തിലേക്കാണ് കൊണ്ടുപോയത്. അപ്പം സ്വർഗം കണ്ടപ്പോൾ മരിയാനയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ കൂടുകയാണ് നല്ലത് എന്ന് മരിയാന സന്തോഷിച്ചു. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, നിനക്ക് സ്വർഗത്തിൽ തുടരണോ അതോ നീ എൻ്റെ അമ്മയോടൊപ്പം, മാതാവ് പറയാണ്, എൻ്റെ ഒപ്പം നീ ഭൂമിയിൽ സഹിക്കാനായിട്ട് പങ്കാളിയാകുമോ എന്ന്. ശരി എന്ന് പറഞ്ഞു. മാതാവിന് അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനടി ഈ ശരീരത്തിൽ ജീവൻ വന്ന് മരിയാന ജീവിക്കുകയാണ്. ആദ്യത്തെ മരണം അങ്ങനെയാണ്. മരിച്ചു എന്ന് അവൾ കണക്കാക്കി അവരെല്ലാവരും നിശ്ചയിച്ച ആ സമയത്ത് 20-ാം നൂറ്റാണ്ടിന് ശേഷം ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന സകലതിനെയും കുറിച്ച് ഒരു പരമ്പര തന്നെ ദർശനത്തിൽ കാണുകയുണ്ടായി. അവസാന കാലഘട്ടം, നമ്മുടെ കാലഘട്ടമാണല്ലോ 20-ാം നൂറ്റാണ്ട്. അപ്പം നമ്മളിത് വെറുതെ ഇങ്ങനെ തള്ളിക്കളയരുത്. ഇതൊക്കെ പ്രവചിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നീ ദർശനം വേണ്ട, സ്വകാര്യ വെളിപാട് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തന്നെ അടച്ചു പൂട്ടാനാണ് സാത്താൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ആധികാരികത മനസ്സിലാക്കി കഴിഞ്ഞാൽ ജനം പേടിക്കും, ഭയപ്പെട്ട് നന്നാവണം. അതിനുവേണ്ടിയാണ് പരിശുദ്ധ അമ്മ 443 വർഷം മുമ്പ് ഇത് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാനിത് ഇവിടെ പകുതി പറഞ്ഞ് നിർത്തുകയാണ്, പിന്നീട് ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ 20-ാം നൂറ്റാണ്ടിൽ സംഭവിക്കുന്ന ഒരു പരമ്പര തന്നെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിൽ ഈ ലേഡി ഓഫ് ഗുഡ് സക്സസിൽ ഉണ്ടായ സ്വർഗീയ ഇടപെടലുകളുടെ ഒരു അസാധാരണത്വം എന്താണെന്നറിയോ? ഇത് 400 വർഷങ്ങൾക്ക് മുമ്പ് 16-ാം നൂറ്റാണ്ടിലാണ് സംഭവിച്ചത്. ദർശനങ്ങളുടെ എല്ലാ വിശദാംശങ്ങളും എഴുതി സൂക്ഷിക്കാൻ അന്നത്തെ മെത്രാൻ തന്നെ മദർ മരിയാനോട് പറഞ്ഞു. 16-ാം നൂറ്റാണ്ടിൽ ഒന്നും ഇതിനൊരു പ്രസക്തിയുമില്ല. കാരണം ഇന്നത്തെ മൊബൈലും മറ്റതൊന്നും അന്നില്ല. വണ്ടികൾ തന്നെ ഉണ്ടോയെന്ന് അറിയില്ല. എനിക്കറിഞ്ഞൂടാ 443 വർഷം മുമ്പ് എന്തായിരിക്കും സ്ഥിതി എന്ന്. അപ്പോൾ അതവിടെ മെത്രാൻ പറഞ്ഞു, എഴുതി സൂക്ഷിച്ചോ, റെക്കോർഡാക്കി സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഒന്നും ഇതിനെക്കുറിച്ച് സംഭവങ്ങൾ ഒന്നും പറഞ്ഞപ്പെട്ടില്ല. കാരണം അന്ന് മൊബൈല്, കാറ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഒന്നും അറിയില്ല. അതുകൊണ്ട് അതങ്ങനെ അവിടെ അടച്ചു വെച്ചു. പിന്നെ എപ്പോഴാണ് ഇത് സ്വർഗം വെളിപ്പെടുത്തിയത് എന്നുകൂടെ കേൾക്കാം ഇന്നത്തെ പങ്കുവയ്ക്കലിൽ. 1906 കോൺവെന്റിന്റെ നവീകരണത്തിനായിട്ട് ഒരു ഭാഗം പൊളിച്ചു മാറ്റിയപ്പോൾ അവിടെ കുറേ വർഷമായല്ലോ, 400 വർഷം മുമ്പുള്ള കല്ലറകളും പൊളിച്ചു മാറ്റി. ആർക്കും പ്രത്യേകതയില്ല. അന്നത്തെ മെത്രാനൊക്കെ മരിച്ചു പോയില്ലേ, പിന്നെ ആരതിനെ കുറിച്ച് പറയാം. പക്ഷെ രേഖകൾ അവിടെ കിടപ്പുണ്ട്. അങ്ങനെ മദർ മെരിയാനയുടെയും മറ്റ് അതിനോടൊപ്പമുള്ള 5 കന്യാസ്ത്രീകളുടെയും കല്ലറുകൾ പൊളിച്ചു മാറ്റിയപ്പോഴാണ് അവരുടെ മൃതദേഹങ്ങൾ അഴുകാതെ ഇരിക്കുന്നത് കാണപ്പെട്ടത്. അത് മാത്രമല്ല, 440 വർഷം മുമ്പ് അടക്കിയ ഈ ശരീരങ്ങൾ എടുത്തപ്പോൾ ലില്ലിപ്പൂക്കളുടെ സുഗന്ധം അവയിൽ നിന്നുണ്ടായി.
ഇങ്ങനെ ഈ വാർത്ത പെട്ടെന്ന് വ്യാപിച്ചപ്പോൾ തീർത്ഥാടകരും സന്ദർശകരൊക്കെ ഇങ്ങോട്ട് ഒഴുകിയെത്താൻ തുടങ്ങി. ഇതൊക്കെ സത്യമല്ല എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കിയ ഒരു രക്ഷയില്ല. അത് മണ്ണിട്ട് മൂടുക സത്യത്തിന്. ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്. അങ്ങനെ എല്ലാവരും ഈ കോൺവെന്റിലേക്ക് വന്നു. അങ്ങനെ ഈ കോൺവെന്റ് രേഖകളിൽ നിന്ന് ലോകം മുഴുവൻ അറിയാനായിട്ട് ഇടയായി. 20-ാം നൂറ്റാണ്ടിന് ശേഷം ഇത് സംഭവിക്കൂ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ പ്രവചനങ്ങളൊക്കെ ആ രേഖകളൊക്കെ എടുത്തു നോക്കി. അങ്ങനെയാണ് ഈ ലേഡി ഓഫ് ഗുഡ് സക്സസ് മാതാവിനെ വണങ്ങാനായിട്ട് തുടങ്ങിയത്. ഈ മാതാവിനെ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് കൂടി ഇതിൽ പറയുന്നുണ്ട്. ഈ മാതാവ് അവൾക്ക് പ്രത്യക്ഷപ്പെട്ട രീതിയിൽ ഇതൊരു പ്രതിമ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഈ സിസ്റ്റർ രണ്ടാമതൊരു മരണം കൂടി സംഭവിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദർശനങ്ങൾക്കും പിന്നെ എൻ്റെ ഈ രൂപത്തിലൊരു പ്രതിമ ഉണ്ടാക്കണം എന്ന് മാതാവ് മരിയാനോട് പറയണത്. അങ്ങനെ 47-ാമത്തെ വയസ്സിലാണ് 1610 മാതാവ് ഈ പ്രതിമ നിർമ്മിക്കാൻ മരിയാനയെ ചുമതലപ്പെടുത്തുന്നത്. അങ്ങനെ ഈ മെത്രാനും കിറ്റോയിലെ മെത്രാനും ഇതുപോലൊരു ദർശനം ഉണ്ടായി. ഇതിന് ചില കാര്യങ്ങളുടെ പ്രത്യേകത. വേളാങ്കണ്ണിയിൽ അങ്ങനെയല്ല സംഭവിച്ചത്. കുട്ടിക്ക് ഇങ്ങനെ കാലിന് സൗഖ്യം കൊടുത്തു, അത് അന്നത്തെ ഒരു പാസ്റ്റർക്കും വെളിപ്പെടുത്തി കൊടുത്തു. അപ്പം അതുകൊണ്ട് ഇതിന് തോന്നലെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ മെത്രാനും കിട്ടിയൊരു ദർശനം. അങ്ങനെ ഈ മെത്രാൻ പ്രതിമ നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചു. മാതാവ് തന്നെയാണ് നിർമ്മിക്കാൻ്റെ ശില്പിയെയും ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. അങ്ങനെ ഈ പ്രതിമയുടെ ഉയരം 5 അടി 11 ഇഞ്ച് എന്ന് മാതാവ് തന്നെ പറഞ്ഞു കൊടുത്തു. ഇതിന് ഈ ഉയരത്തിനും സവിശേഷതയുണ്ട്. കാരണം കിറ്റോയിലെ ഒരു ശില്പി ഈ ഉയരത്തിൽ ഒരു ശില്പം നിർമ്മിക്കില്ല. കാരണം കിറ്റോയിലെ ജനങ്ങളൊക്കെ ഉയരം കുറഞ്ഞു കുള്ളന്മാരാണ്. ആ സമയത്ത് 5 അടി 11 ഇഞ്ച്, ഏകദേശം 6 അടിയുള്ള ഉയരം. അപ്പം അതുകൊണ്ട് ദർശനത്തിൽ മദർ കണ്ടതുപോലെ തന്നെ ശില്പി മാതാവിൻ്റെ പ്രതിമ പൂർത്തിയാക്കി. പ്രതിമ പൂർത്തിയാക്കിയതിന് ശേഷം അതിന് ആവശ്യമായിട്ട് ചായങ്ങൾ വാങ്ങാൻ അത് സ്പെയിനിൽ പോയിട്ട് തിരികെ എത്തി ചായം പൂശണം. ചായം വാങ്ങാൻ സ്പെയിനിലേക്ക് പോയി ഇയാൾ. പക്ഷെ തിരിച്ച് എത്തിയപ്പോൾ പ്രതിമയുടെ ചായപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി പ്രതിമ നല്ല സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തലേദിവസം വരെ മദർ മരിയാന ഈ ശില്പത്തെ നോക്കി നിന്നതാണ്. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു ദർശനത്തിൽ എന്ന പോലെ പ്രതിമയുടെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന 3 മുഖ്യദൂതന്മാരെ കണ്ടു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെയും കാണാറായി. ഇവർ 4 പേരും കൂടിയാണ് മാതാവിന്റെ പ്രതിമയെ ചായം പൂശുന്നത് മദർ കണ്ടത്. അങ്ങനെ അവരുടെ ജോലിയൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ഈ പ്രതിമയിലേക്ക് പ്രവേശിക്കുന്നതും കണ്ടു. മാതാവ് തന്നെ പ്രതിമയിലേക്ക് കടന്നു ചെന്നതുകൊണ്ട് ഈ ഗുഡ് സക്സസിന്റെ പ്രതിമ, കിറ്റോയിലെ ഈ പ്രതിമ ജീവനുള്ളത് പോലെയാണ് ഇന്നും ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. ശില്പി പറഞ്ഞിട്ടുണ്ട് ഈ സാക്ഷ്യപത്രം, ഞാനല്ല ഈ പ്രതിമ ചായം പൂശി അവസാനിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ മെത്രാൻ അറിയിച്ചിട്ടുണ്ട്. 400 വർഷങ്ങളായ സഹോദരങ്ങളെ ഒരു അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല, പക്ഷെ ആ പ്രതിമ പുതിയതായി തന്നെ കാണപ്പെടുന്നു എന്ന്. ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ 400 വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ അമ്മ ഇത് ഏതൊക്കെ വഴികളിൽ കൂടിയാണ് ലോകത്തിന് മനസ്സിലാക്കിയത്, അതുവരെ അത് അടക്കി വെച്ചു പരിശുദ്ധ അമ്മ. ഈശോയും ഒന്നും ആർക്കും വെളിപ്പെടുത്തി കൊടുത്തില്ല. സമയമായി, 20-ാം നൂറ്റാണ്ടിന്റെ സമയമായപ്പോൾ ഇത് പുറത്തു വന്നു. അതിൽ പറയുന്ന കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് ഈ ദിവസങ്ങളുണ്ടായത് പ്രിയ സഹോദരങ്ങളെ, അതിൽ പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, വിശ്വാസത്തിൽ അതിഗുരുതരമായ വീഴ്ച സംഭവിക്കും. ഗുരുതരമായ വിശ്വാസം നഷ്ടപ്പെടും. അതുപോലത്തെ വ്യാഖ്യാനങ്ങളും പ്രബോധനങ്ങളും ഓരോന്നോരോന്നായിട്ട് വരും. അങ്ങനെ നമ്മൾ ആത്മവിശ്വാസത്തിൽ ദൃഢത, ധൈര്യം പിടിച്ചു നിൽക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പല പല കാര്യങ്ങളും കാണാം. അങ്ങനെ പറയണ്ട, ഇങ്ങനെ പറയണ്ട, ഇത് വേണ്ട, അത് വേണ്ട, അതും ശരി, ഇതും ശരി, അങ്ങനെ ശരി, ഇങ്ങനെയും ശരി. നമ്മളാകെ കൺഫ്യൂസ്ഡ് ആക്കും. അത് 440 വർഷം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ കാര്യമാണ്, കന്യാത്വം നഷ്ടപ്പെട്ട മനുഷ്യരെ കൊണ്ട് ലോകം നിറയും. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. കന്യാത്വം നഷ്ടപ്പെട്ട മനുഷ്യരെ കൊണ്ട് ലോകം നിറയും. അത് 440 വർഷം മുമ്പ് ഉണ്ടാവും എന്നല്ല പറഞ്ഞേ, 20-ാം നൂറ്റാണ്ടിൽ സംഭവിക്കും. ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വേദനയോടെ പറയാണ് സഹോദരങ്ങളെ. ഇതാണ്
പല വഴിക്കും കന്യാത്തം നഷ്ടപ്പെട്ട മക്കളാണിവിടെ. കുടുംബനാഥന്മാരും കുടുംബനാഥകളും അമ്മമാരും അപ്പന്മാരും യുവാക്കളും യുവതികളും ബാലികാബാലന്മാരും കന്യാത്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇത് ഈ ലോകം നിങ്ങൾക്ക് നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കാണ് ഇതിൻ്റെ ഭീകരത മനസ്സിലാവുക, ഭീകരമായിട്ടുള്ള അവസ്ഥ. പിന്നെ അവിടെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഫ്രീ മേസണറി ശക്തി പ്രാപിക്കും. ഈ സന്ദേശം കൊടുക്കുന്ന സമയത്ത് ഈ ഫ്രീ മേസണറി എന്താണെന്ന് ആർക്കും അറിയില്ല. 1717 ഫ്രീ മേസണറിയുടെ ആദ്യത്തെ ലോഡ്ജ് ലണ്ടനിൽ സ്ഥാപിക്കുന്നത്. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. അതുപോലെ ഫ്രീ മേസണറിയിലൂടെ സാത്താൻ സഭയിൽ ഭരണം നടത്തും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രീ മേസണറിയുടെ ആളുകളായിരിക്കും ഈ ഭരണം നടത്താൻ പോകുന്നത്. കുട്ടികളിലെ സ്വാഭാവിക നിഷ്കളങ്കത നഷ്ടമാകും. അത് നഷ്ടമായിക്കൊണ്ടിരിക്കുക. കാരണം കുട്ടികളെ ഈ വലിയവരുടെ സെക്സി ഡ്രസ്സ് ഇട്ടും വലിയവരുടെ സെക്സ് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഓരോ ഷോകളിൽ കുട്ടികളെ എങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. സാത്താൻ അതിൻ്റെ പിന്നിൽ. കുട്ടികളുടെ സ്വാഭാവിക നിഷ്കളങ്കത നഷ്ടപ്പെട്ടു. അതുകൊണ്ട് 3 വയസ്സുള്ള കുട്ടി സ്വയംഭോഗം ചെയ്യും. 4 വയസ്സുള്ള കുട്ടി പ്രേമലേഖനം കൊടുക്കും. എന്തൊക്കെയാണോ TV-യിൽ കാണുന്നത് അത് അവർ ചെയ്തുകൊണ്ടിരിക്കും. കുട്ടികളിലെ നിഷ്കളങ്കത നശിച്ചു സഹോദരങ്ങൾ, നശിച്ചു പോയി. വലുതാവുമ്പോഴേക്കും ലിപ്സ്റ്റിക് ഇടണം, മുടി അങ്ങനെ ഇങ്ങനെയും വെട്ടണം, ശരീരം പുറത്ത് കാണിക്കുന്ന ഡ്രസ്സ് ഇടാനായിട്ട് വാശി പിടിക്കുന്ന കുട്ടികളിന്ന്. ഇത് പ്രവചനങ്ങളിലൂടെ വന്നിട്ടുള്ള കാര്യമാണ്. സ്ത്രീകൾക്ക് അവരുടെ ശാലീനത നഷ്ടമാകും. ഇന്ന് ശാലീനതയുള്ള ഒരു സ്ത്രീനെ കണ്ടുപിടിക്കണമെങ്കിൽ, കണ്ടുപിടിച്ചാൽ അവളുടെ കഷ്ടകാലം അവൾ ഈ ലോകത്ത് ഒറ്റപ്പെടും. മുടിയൊന്ന് അങ്ങോട്ട് മാറ്റിയോ ഇങ്ങോട്ട് മാറ്റിയോ, ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കിയോ അല്ലെങ്കിൽ വാല് പോലെ വളച്ചോ അങ്ങനെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചോ നീ ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ നീ ഭ്രാന്തത്തിയാകും. വട്ടാണ് അതിനെന്ന് ചോദിക്കും. അങ്ങനത്തെ കാലഘട്ടമായി. കാരണം അതാണ് ശരി, ഇത് ശരിയല്ല. ഇത് 443 വർഷം അമ്മ പറഞ്ഞു വെച്ചതാ. സഭയുടെ കൈവെപ്പില്ലാത്ത വിവാഹ ബന്ധങ്ങളിലൂടെ ദൈവ ആഭിമുഖ്യമില്ലാത്ത മക്കൾ ജനിക്കും. ആൺപെൺ വ്യത്യാസമില്ലാത്ത വേഷവിധാനങ്ങൾ വരും. പച്ചക്കുത്തല്, ഹെയർ സ്റ്റൈലുകൾ, രൗദ്രഭാവത്തിലുള്ള സംഗീതം, ഇതൊക്കെ അവിടെ സംഭവിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇനിയും പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. ഞാനിതിൽ ഒരു കാര്യമാണ് പറയുന്നത്. സ്ത്രീകൾക്ക് അവരുടെ ശാലീനത നഷ്ടമാകും. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ വേദനയോടുകൂടെ പ്രാർത്ഥനയിൽ വരുന്ന കുറേ മക്കളെ ഞാൻ കാണുകയുണ്ടായി. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദാമ്പത്യത്തിലെ വിശ്വസ്തത ഒരിക്കലും സൂക്ഷിക്കാത്ത മക്കളെ ഞാൻ കണ്ടുമുട്ടുകയാണ്, നിരന്തരമായിട്ട് കണ്ടുമുട്ടുകയാണ്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? എന്നിട്ട് എന്നോട് പറയുന്നു എത്ര കുർബാന അർപ്പിക്കണം, എങ്ങനെയാണ് ഇത്, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയോ അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയോ? അപ്പോൾ ഈശോ പറയാണ്, നിന്റെ ഒരു പ്രാർത്ഥനയും ഞാൻ കേൾക്കില്ല, ഒരു കുർബാനയും ഞാൻ സ്വീകരിക്കില്ല. എന്താണെന്നറിയോ? ദാമ്പത്യത്തിൽ അവിശ്വത ചെയ്തുകൊണ്ടിരിക്കുക. ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ഭാര്യ അണിഞ്ഞൊരുങ്ങി ലിപ്സ്റ്റിക് ഇട്ടു ഇറങ്ങി, കുട്ടികളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തെങ്കിലുമൊക്കെ മാർഗത്തിൽ അവരെയൊക്കെ മാറ്റി വെച്ചിട്ട് ഭർത്താവിനെ വിട്ട് ഭാര്യ ഇറങ്ങുക. ഇത് ലണ്ടനിലും അമേരിക്കയിലൊന്നല്ല, ഗ്രാമങ്ങളിൽ നടക്കുന്ന സംഭവമാണ്. ഗ്രാമങ്ങളിൽ പണ്ടും ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ അത് ഇത്രയ്ക്ക് ഭീകരമായിരുന്നില്ല. ഞാൻ വേദനയോട് കൂടി ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണേ. ഈശോയോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യും, എന്താണ് ചെയ്യേണ്ടത്? ഈശോ പറഞ്ഞു, ദുഃഖിച്ചിട്ട് കാര്യമില്ല, പ്രാർത്ഥിക്കുക. നിന്റെ കൊച്ചു കൊച്ചു സഹനങ്ങൾ ഇവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുക. എൻ്റെ അമ്മ 443 വർഷം മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നടക്കുന്നു. ഇത് ഈ ഒരു പ്രവചനം. ഇനി വേറെ ദർശനങ്ങൾ എടുത്താൽ കാണാം, ഇത് തന്നെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഇതിനൊരു വ്യത്യസ്തത ഉണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അമ്മ ഇത് പറഞ്ഞു വെച്ചത്. അതിലെ കാര്യങ്ങളിൽ ഒന്നാണ് സ്ത്രീകളുടെ ശാലീനത നഷ്ടമായി. ലിപ്സ്റ്റിക് ഇടാത്ത ഒരെണ്ണത്തിന് ഇന്ന് കാണുമോ? വിഷം തിന്നോണ്ടിരിക്കുക. സ്വാഭാവികത ഇല്ല. ഇപ്പോൾ വിവാഹബന്ധങ്ങളോ പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന 3-ാം ദിവസം തൊട്ട് തുടങ്ങിയ അടി ഒക്കെ ഇങ്ങനെ വിട്ടുപിരിഞ്ഞുകൊണ്ടിരിക്കുക. ഒരാൾക്കും ഒന്നിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വേറൊന്നോ വൈകൃതങ്ങൾ, ഈ പിശാചിന്റെ ആവാസം വന്നിട്ട് എന്തൊക്കെ
വൈകൃതങ്ങളാണ് ചെയ്യുന്നത്. സെക്സിൽ ഭയങ്കര വൈകൃതങ്ങൾ, പിശാച് ചെയ്യിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഭാര്യമാരാണെങ്കിൽ ഭാര്യമാര്, ഭർത്താക്കന്മാരാണെങ്കിൽ ഭർത്താക്കന്മാര് വിട്ടൊഴിയാണ്. നന്മയിൽ നിലനിൽക്കാൻ അവർക്ക് പറ്റുന്നില്ല. പൈശാചിക ശക്തികളുടെ പിടിയിലാണിന്ന്. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു 5-6 കേസുകൾ അവരായിട്ട് സംസാരിക്കേണ്ടി വന്നു. ഞെട്ടിപ്പോവാണ്. ദൈവമേ, എന്തൊക്കെയാ കേൾക്കണത്! ഇതിനൊക്കെ എങ്ങനെ പരിഹാരം ചെയ്യും? സത്യമായിട്ട് ഞാൻ ഈശോ ചോദിച്ചു. ഈശോ പറഞ്ഞ ഓരോ അമ്മമാരും പെൺകുട്ടികളും ആൺകുട്ടികളും പാപം ചെയ്യും. ഞാൻ ചാട്ടവാറടിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, നീ ചാട്ടവാറടിച്ചോണ്ടിരുന്ന എന്താ കാര്യം? പാപം ഇങ്ങനെ വർദ്ധിക്കുകയല്ലേ ഈശോയെ? പെട്ടെന്ന് വാ, ആമേൻ കർത്താവേ, വേഗം വാ, വന്നിട്ട് ഇതങ്ങനെ ശുദ്ധീകരിക്കുക. സഹോദരങ്ങളെ, ഞാൻ ഇത് കാര്യം പറയാൻ തുടങ്ങിയത് വേദനയോടെയാണ്. നിങ്ങളും പ്രാർത്ഥിക്കുക. നമുക്ക് ഈ സമയത്ത് ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, പ്രാർത്ഥിക്കുക. അമ്മ പറയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. കാരണം ജപമാല ദൈവവചനമാണ്, പിതാവായ ദൈവത്തിൻ്റെ വചനമാണ്. ഗബ്രിയേൽ നമുക്ക് പറഞ്ഞു തന്നത്, നന്മ നിറഞ്ഞവളെ സ്വസ്തി, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ഈ വചനം നമുക്ക് ഏറ്റുചൊല്ലാം. എല്ലാ ദൈവവചനങ്ങളും ഏറ്റുചൊല്ലാം. എന്തൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാം, എങ്ങനെയൊക്കെ സഹിക്കാം, നിങ്ങൾക്ക് എന്തൊക്കെ ത്യാഗങ്ങൾ അനുഷ്ഠിക്കാം. ലോകത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് പ്രാർത്ഥിക്കുക. അമ്മമാർക്ക്, അപ്പന്മാർക്ക്, പെൺകുട്ടികൾക്ക്, കുഞ്ഞു കുട്ടികൾക്ക്. എൻ്റെ കുട്ടി ചെയ്യുന്നത് സ്വയംഭോഗമാണെന്നാണ് എന്നോട് ചോദിച്ചത്. വയസ്സ് 3. എവിടെ നിന്നാ കിട്ടണേ? TV-യിൽ നിന്ന് പല കാര്യങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ വരുന്നു. മരിയാന മദറിനോട് അന്നത്തെ കാലത്ത് പറയുമ്പോൾ അന്ന് TV ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് നോക്ക്. 443 വർഷം മുമ്പ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അറിയില്ല എനിക്ക്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അതില്ല, ഇതില്ല, ശുദ്ധീകരണ സ്ഥലമില്ല, ഇവിടെ അങ്ങനെ ഇല്ല, പ്രത്യക്ഷീകരണങ്ങൾ വേണ്ട, മാതാവിന് ഇങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട എന്നൊക്കെ കേൾക്കുമ്പോൾ നിശബ്ദമായിരുന്നിട്ട് പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിപ്പിച്ചോ. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചോ. അമ്മ ഇല്ലാണ്ട് രണ്ടാം വരവ് ഇല്ല. അമ്മയാണ് ഈശോ ഒരുക്കിയിട്ടത്. അത് 443 വർഷം മുമ്പ് ഈ മദർ കണ്ട ദർശനത്തിൽ കണ്ട ഉണ്ണീശോ വന്നിട്ട് അമ്മയുടെ കൈയെടുത്തിട്ടാണ് സാത്താനെ ഓടിപ്പിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അമ്മയെയാണ് സാത്താനെ ഓടിപ്പിക്കാൻ പറ്റുന്നത്. ഈശോ വരും. ഈശോ വന്നത് പാപികളെ രക്ഷിക്കാനാണ്. അതായത് ആദ്യ പാപം മൂലം അടഞ്ഞു കിടന്ന സ്വർഗവാതിൽ തുറന്നു തരാനാണ്. പർദീസിലെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. മനുഷ്യർ എന്ത് ചെയ്താലും പർദീസിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു. എത്ര നന്മ ചെയ്താലും പറ്റില്ല. കാരണം ആദ്യ പാപം മൂലം സ്വർഗവാതിൽ അടഞ്ഞു. ആ അടഞ്ഞ വാതിൽ തുറക്കാനാണ് പിതാവ് പുത്രനെ വിട്ടത്. അവനത് വന്നു, സഹിച്ചു, പോയി. പിശാചിനെ ഓടിപ്പിക്കാനായിട്ടും പിശാചിനെ തല തകർക്കാനും അമ്മയാണ് വിട്ടത്. അപ്പൊ ആ അടഞ്ഞു കിടന്ന വാതിൽ തുറന്നു. അതുവരെ പർദീസയുണ്ട്. പർദീസയുടെ അറ്റത്ത് എന്ത് നന്മ ചെയ്താലും പർദീസയിലേക്ക് കടക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോ ദൈവം വന്ന് ഈ വാതിൽ തുറന്ന കാരണം നന്മകൾ ചെയ്താൽ, വിശുദ്ധിയിൽ ജീവിച്ചാൽ പർദീസയിലേക്ക് കടക്കാം. അതാണ് വ്യത്യാസം. അല്ലാതെ ദൈവം വന്നു ബലിയർപ്പിച്ചു പർദീസയിലേക്ക് കടക്കാം എന്ന് പറഞ്ഞതിൽ യാതൊരു അർത്ഥവുമില്ല. ഈശോ വന്ന് പാപപരിഹാര ബലി അർപ്പിച്ചപ്പോൾ പർദീസയുടെ വാതിൽ തുറന്നു തന്നിട്ടുണ്ടെന്ന്. ആ തുറന്നു തന്നിടത്തേക്ക് ഓടിക്കയറാൻ പറ്റില്ല. വിശുദ്ധിയിൽ ജീവിച്ചാലും കയറാം. അതിനു മുമ്പ് വിശുദ്ധിയിൽ ജീവിച്ചാലും കയറാൻ പറ്റില്ല. അടഞ്ഞു കിടക്കണത്. പിതാവിന്റെ കരുണ കൊണ്ട് പിതാവ് യേശുവിനെ വിട്ടു, രക്ഷകനെ വിട്ടു. പ്രിയ സഹോദരങ്ങൾ, നമുക്ക് ഈ ദർശനത്തിൽ ഒന്ന് ശ്രദ്ധ കൊടുക്കാം. നമ്മൾ എന്തിനാണ് ഈ ദർശനങ്ങൾ ഇപ്പൊ പറഞ്ഞതെന്നറിയോ? നമുക്ക് ഒത്തിരി വെച്ച് പ്രാർത്ഥിക്കാം. ഇത് അവസാന കാലാണ്. ഇപ്പോ മാതാപിതാക്കളും കുട്ടികളും അമ്മമാര് മക്കളൊക്കെ ചെയ്യുന്ന കാര്യം കേട്ടാൽ വേറെ എവിടെയും പോണ്ട. ഇത് അവസാന കാലാണ്. സാത്താൻ കുടുംബങ്ങള് ഏറ്റെടുത്തു. സാത്താൻ സമർപ്പിതരെ ഏറ്റെടുത്തു. എന്താ ചെയ്യണേന്ന് ആർക്കൊരു ബോധ്യമില്ല. പറഞ്ഞാ പറയും ഇതെന്താ ഇപ്പൊ കുഴപ്പം, ഇതൊക്കെ സാധാരണല്ലേ. ഇങ്ങനെയാണ് ഈ ഒരു കേസിൽ ഒരാൾ എന്നോട് പറഞ്ഞു, ഇത് സാധാരണ അല്ലേന്ന്. ഞാൻ പറഞ്ഞു സാധാരണ അല്ല, ഇതല്ല സാധാരണ. സാത്താൻ കൊടുക്കുന്ന ബോധ്യങ്ങൾ അങ്ങനെയാണ്. സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ബോധ്യങ്ങളില്ല എന്ന് പറയുന്ന തർക്കങ്ങളിലൊന്നും പോകണ്ട. ഇത്രയേ ഉള്ളൂ. സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലമൊക്കെ ഉണ്ട്. പാപം ചെയ്താൽ അവിടെ കണക്ക് കൊടുക്കണം. പാപം ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. പാപത്തിൽ കൂപ്പുകുത്തുന്നവരെ ഓർത്ത് പരിശുദ്ധമായ ജപമാലയെടുത്ത് പരിശുദ്ധ ബലിയിൽ സമർപ്പിക്കാം. കുർബാനയാണ് ഇതിനെല്ലാം ഏറ്റവും സഹായമായിട്ടുള്ളത്, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ദി സെൻട്രൽ പോയിന്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ദാറ്റ് ഈസ് ഹോളി മാസ്. അതിനേക്കാൾ വിട്ട ഒന്നുമില്ല.
അതിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് മറ്റെല്ലാ പ്രാർത്ഥനകളും. നമുക്ക് ഈ സന്ദേശം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർത്തിട്ട് പ്രാർത്ഥിക്കാം. ഈ അവസാന കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ള വിശുദ്ധി വെച്ച് നമുക്ക് ഇത്രയേ ഉള്ളൂ, അത് മാതാണ്ട് ഈശോയോട് പറയാം. എന്നിട്ട് പ്രാർത്ഥനയിലായിരിക്കാം. പരസ്പരം കലഹിക്കുക. അഹങ്കാരമാണ്. ഞാൻ പറയുന്നത് ശരി, ഞാൻ ചെയ്യുന്നത് ശരി, അതിനിപ്പോൾ എന്താ കുഴപ്പം? പറഞ്ഞു കൊടുത്താലും മനസ്സിലേക്ക് കയറില്ല. എന്നിട്ട് അഹങ്കരിച്ച് നിൽക്കുക. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ കുർബാന കൂടുണ്ട്. എന്ത് വ്യഭിചാരം ചെയ്തിട്ടാണ് പിറ്റേ ദിവസം കുർബാന കൂടുന്നത്? എന്നിട്ട് കുർബാന കൂടുണ്ടെന്ന് അത് തെറ്റാണെന്ന് പറഞ്ഞിടത്ത് അംഗീകരിക്കില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ. അതുകൊണ്ട് നിശബ്ദമായിരുന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത്. അത് ഈ ഒരു 3-4 ആഴ്ചയായി ഇങ്ങനത്തെ കേസുകൾ കേട്ട് മരവിച്ചൊടുങ്ങി. അപ്പം എന്തായാലും നിങ്ങളോട് പറയണം. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ലോകം അത്ര നല്ലതല്ല. ലിപ്സ്റ്റിക്ക് ഇട്ട് മുടി സ്ട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മുടി അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടിയൊക്കെ മനുഷ്യൻ നടക്കുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ആഹാ ലോകം എന്ത് നന്നായി പോകുന്നത്, കുട്ടികളൊക്കെ എന്തിനു നന്നായിട്ട്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നാലുണ്ടല്ലോ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഞാനെന്തിനാ ഒരുത്തനെ കല്യാണം കഴിക്കണേ? ഞങ്ങൾ ഇപ്പോഴേ ജീവിക്കുന്നുണ്ട് കല്യാണം കഴിച്ച്. ഞാൻ നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളിപ്പോഴും ലിവിങ് ടുഗദർ. ആരായിട്ട്? എൻ്റെ ഒരു ഫ്രണ്ടായിട്ട്. എന്ത് ഫ്രണ്ട്? ഫീമെയിൽ തന്നെ, പെണ്ണ് തന്നെ. എന്നോട് നേരിട്ട് വന്ന് പറയുന്നതാ. ഇതൊന്നും തോന്നലും ഭ്രാന്തൊന്നുമല്ല. കേട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഏതായാലും പോവാറായി. ഞാൻ ഈശോയുടെ പിന്നെ എന്തിനാ കർത്താവ് ഇത്രപോലെ കാര്യങ്ങൾ എന്നെ കേൾപ്പിക്കുന്നത്? എൻ്റെ പ്രശ്നം എന്തിനാ കൂട്ടണത്? ഞാൻ ഓൾറെഡി സഹിക്കേണ്ട അതൊക്കെ ഞാൻ കാഴ്ചവെച്ചോളാം. പക്ഷെ എന്നെ കേൾപ്പിക്കല്ലേ. പക്ഷേ പെൺകുട്ടികൾ വന്നിട്ട് പറയാണ് ഞങ്ങൾ ആൻറ്റി ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ആരായിട്ട്? നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ആരായിട്ട്? ഞങ്ങളിത് ലിവിങ് ടുഗദർ. എൻ്റെ ഫ്രണ്ട് പെൺകുട്ടിയായിട്ട്. ഞാൻ പറഞ്ഞു നീ എങ്ങനെ, എന്ത് കല്യാണം, എന്ത് ജീവിതം? സാത്താൻ പേര് പിടിച്ചു കഴിഞ്ഞു. ഇത് അന്ത്യകാലം, 20-ാം നൂറ്റാണ്ട്. അങ്ങനെയാണ് പരിശുദ്ധ അമ്മ ലേഡി ഓഫ് ഗുഡ് സക്സസിൽ പറഞ്ഞത്. നമുക്ക് പ്രാർത്ഥിക്കാം, കരങ്ങൾ ഉയർത്താം. കേൾക്കുന്നവർക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിച്ചവർക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആത്മാക്കളെ നേടുന്നതിൽ, പാപികളെ നേടുന്നതിൽ നമുക്കും പങ്കാളികളാകണമെങ്കിൽ തർക്കങ്ങൾക്കൊന്നും പോകണ്ട. കേട്ട കാര്യങ്ങൾ മനസ്സിൽ വെച്ച് പ്രാർത്ഥന ഇരട്ടിപ്പിച്ചോ, നമ്മുടെ സഹനങ്ങളൊക്കെ കാഴ്ചവെച്ചോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.